ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. SSLC +1 +2 വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തവണത്തെ പബ്ലിക് എക്സാമുകൾ ഈസിയാകും. അത്തരത്തിലൊരു അപ്ഡേറ്റ് കൂടിയാണ്. നിങ്ങൾ കൃത്യമായിട്ടൊരു അനാലിസിസ് നടത്തി പബ്ലിക് എക്സാമിന് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഉപകാരപ്രദമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. വളരെ പ്രധാനമായിട്ടും SSLC +1 +2 കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ SSLCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തവണ മാറിയ സിലബസും അതുപോലെ തന്നെ ചോദ്യ പേപ്പറും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് സമഗ്ര വഴി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ കണ്ടു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും കണ്ടു. ഇനി +1 +2 കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് നടന്ന പബ്ലിക് എക്സാമിനെ തുടർന്ന് ഒരുപാട് വിവാദം അല്ലെങ്കിൽ വൻ തരത്തിലുള്ള പ്രതിഷേധം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് സയൻസുകാരുടെയൊക്കെ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കെമിസ്ട്രി ഒക്കെ ഔട്ട് ഓഫ് ദ സിലബസ് ചോദിച്ചു എന്നും വളരെയധികം ടഫാക്കിയെന്നും അത് പിന്നീട് നിങ്ങളുടെ റിസൾട്ട് പെർസെൻറ്റേജിൽ വരെ കാണുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായി. അപ്പോൾ ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. അത് എങ്ങനെ ഈ വർഷം സ്വാധീനിക്കും എന്നുകൂടി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തേത് SSLCക്കാരുടേതാണ്. SSLCയുടെ ഈ മാറിയ ചോദ്യഘടന, അതായത് ഈ 20% സിലബസിലേക്ക് വിഷയം ഇടയ്ക്ക് വന്നുവെങ്കിലും പിന്നീട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നു. ജസ്റ്റ് ഒരു കാഷ്വൽ ടാക്കാണ്, വലിയ വ്യത്യാസം ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെ ഒരുങ്ങാം എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അതായത് നിങ്ങൾ ഇതിൻ്റെ ഒരു എക്സാക്ട് പകർപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈപ്പ് വെച്ചിട്ട് ഒരു പക്ക പകർപ്പ് തന്നെയായിരിക്കും നിങ്ങൾ ഇതിൻ്റെ പബ്ലിക് എക്സാമിന് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ചോദിച്ച രീതി, അതായത് നിങ്ങളുടെ മുന്നിലുള്ള ഈ മോഡൽ പേപ്പറിനെ കൃത്യമായിട്ട് എടുത്ത് വെക്കുക, അനലൈസ് ചെയ്യുക. നിങ്ങൾ പഠിച്ച എല്ലാ സബ്ജക്റ്റും ഇതിൽ എങ്ങനെയൊക്കെ ചോദിക്കാം. ഒരു ചാപ്റ്റർ എടുക്കുക. ഇപ്പോൾ മാത്സിൻ്റെ തന്നെ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആ ചാപ്റ്ററിൽ നിന്ന്, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതേ രീതിയിൽ വരാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് പല പോർഷനുകളിൽ നിന്ന്, ഇപ്പോൾ ട്രിഗണോമെട്രിയിൽ നിന്ന് തന്നെ ഒരു പോർഷനിൽ നിന്നാണ് ടാൻ്റെ ആണ് ചോദിച്ചതെങ്കിൽ അതേ രീതിയിൽ മറ്റൊരു പോർഷൻ്റെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കുക. അതായത് നിങ്ങളുടെ മുന്നിലെ ഏറ്റവും വലിയ റെഫറൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനപ്പുറം ഒന്നും ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല. ഔട്ട് ഓഫ് ദി സിലബസ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഇത്തവണ ഈ സാഹചര്യത്തിൽ വരാനും പോകുന്നില്ല. മോഡൽ എക്സാമിന് എങ്ങനെ ചോദിച്ചോ എന്ത് ചോദിച്ചോ അതേ രീതിയിൽ അതേ പാറ്റേണിൽ മറ്റു ക്വസ്റ്റ്യൻസുകൾ എക്സ്പെക്ട് ചെയ്യുക. സിമ്പിൾ തമ്പ് റൂളാണ്. ഇനി +1 +2 കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രിയുടെ ആയാലും ഇപ്പോൾ SSLCക്കാർക്കാണെങ്കിൽ +1 ഒക്കെ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിജയ ശതമാനം അതനുസരിച്ച് നമ്മൾ വലിയ കുറവ് പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഈ മോഡൽ എക്സാം പേപ്പറിന് അനുസൃതമായ അതേ പാറ്റേണിൽ നിങ്ങളുടെ മറ്റു പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് വിഷയമാണ് ഒരുവിധം ടഫായിട്ടുള്ളത്, ഏത് വിഷയമാണ് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത്, എത്രയൊക്കെ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്ന് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ അനാലിസിസ് ജസ്റ്റ് നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിച്ചു തുടങ്ങാൻ എന്തായാലും പോവാണ് പബ്ലിക് എക്സാമിന് വേണ്ടി. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് ഈ മോഡൽ എക്സാമിനെ വെച്ചിട്ട് നിങ്ങളുടെ പാഠഭാഗങ്ങളും സിലബസും എടുത്ത് വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിലും ഈ ഒരു അനാലിസിസ് കൃത്യമായിട്ട് നടത്തി നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ മക്കളെ ഉറപ്പിച്ചു നിങ്ങൾക്ക് നല്ല മാർക്ക്, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള മാർക്ക്, A+ ലെവലിലേക്കുള്ള മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലുള്ള വൺ ആൻഡ് ഓൺലി നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ടൈപ്പ് ആയിരിക്കണം. അത് വെച്ചിട്ട് നിങ്ങൾ ബാക്കിയും കൂടി ക്വസ്റ്റ്യൻ രൂപത്തിലേക്ക് തന്നെ ആക്കി കൺസെപ്റ്റ് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് നോക്കൂ, പൊളിക്കും. ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർന്നു. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ബൈ.